ഹലോ മക്കളെ, വെൽക്കം ടു സാലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട് അല്ലേ. നമ്മുടെ 10 days ചലഞ്ച് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ +1 എക്കണോമിക്സിൽ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്റർ ഒരുപാട് മക്കൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് LPG എന്ന ചാപ്റ്ററിൽ നിന്നും വളരെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കാണുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ ഒരു മികച്ച ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ കാണുന്നത്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മക്കൾ എഴുതേണ്ടത്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് ലോ വേജ് റേറ്റിന് പണിയെടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നന്നായി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യ നല്ലൊരു ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയാണ് മക്കൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ അടുത്തൊരു ചോദ്യം എങ്ങനെയാണ്, ന്യൂ എക്കണോമിക് പോളിസി, നമ്മുടെ LPG, ഈ ഒരു പോളിസിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് അതിന്റെ ലിമിറ്റേഷൻ സൈഡാണ് നോക്കാൻ പറയുന്നത്, അഗ്രികൾച്ചറൽ സെക്ടറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം GDP ഗ്രോത്ത് റേറ്റ് കൂടിയിട്ടും അഗ്രികൾച്ചറൽ സെക്ടർ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വെറും 3% ഒക്കെയാണ് ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നത്. അതിന്റെ റീസൺസ് ചോദിക്കുന്ന സമയത്ത് പബ്ലിക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് പല മേഖലകളിലും വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞത് കാരണം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് ഇമ്പോർട്ട് മാക്സിമം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഇൻപുട്ടിന്റെ ഒക്കെ കോസ്റ്റ് ഭയങ്കര കൂടുതലായത് കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും എക്സ്പോർട്ട് മാർക്കറ്റിലുള്ള പ്രൊഡക്ഷൻ ഷിഫ്റ്റ്, ആ ഒരു പ്രൊഡക്ഷൻ ഷിഫ്റ്റും ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇങ്ങനെയൊരു ഗ്രോത്ത് റേറ്റ് ഇല്ലാതിരിക്കാനുണ്ടായിരുന്ന കാരണങ്ങളായിട്ട് പറയേണ്ടത്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് നോക്കുന്ന സമയത്ത് അത്ര കാര്യമായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ഒന്നും നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പോയിന്റിൽ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ട് വളരെ ചീപ്പായത് കാരണം ഇമ്പോർട്ട് മാക്സിമം കൂടിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് വാല്യൂ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്, സെയിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. അത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ഈ മേഖലകളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അടുത്തൊരു ചോദ്യം, ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ഒരു NEP, അതായത് നമ്മുടെ ഈ 1991 LPG വരാനുണ്ടായ റീസൺ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ LPGയിൽ നമ്മുടെ ലിബറലൈസേഷൻ ഏതൊക്കെ ഏരിയയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം മാത്രമായിട്ടും നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. നമ്മുടെ കൺട്രി ഒരു BOP ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ എനർജി യൂസേജ് ഭയങ്കരമായിട്ട് കൂടി. പക്ഷെ ആ സമയത്താണ് ഗൾഫ് വാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെമിറ്റൻസ് കുറഞ്ഞു, ഗൾഫ് കൺട്രീസ് എന്നുള്ള നമ്മുടെ റെമിറ്റൻസ് കുറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെന്റിന് എടുത്ത ലോണുകളൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എസെൻഷ്യൽ ഗുഡ്സിന്റെ പ്രൈസ് ഒക്കെ വല്ലാതെ കൂടുകയാണ്. ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി എക്സ്പോർട്ടിനേക്കാളും. അങ്ങനെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇമ്പോർട്ട് മീറ്റ് ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ കടമെടുക്കാം, IMFന്റെ വേൾഡ് ബാങ്കിന്റെ അടുത്ത് നിന്ന് കടമെടുക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്കണോമിനെ ഓപ്പൺ ആക്കണം, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് മാക്സിമം കുറയ്ക്കണം എന്നൊക്കെ കുറെ കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. വളരെ ബ്രീഫായിട്ടാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മുടെ LPGയിൽ ലിബറലൈസേഷൻ ഏതൊക്കെ ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ഫിനാൻഷ്യൽ സെക്ടറിൽ, ടാക്സിൽ, ഫോറിൻ എക്സ്ചേഞ്ചിൽ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിലൊക്കെ ഒരുപാട് റീഫോംസ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മക്കളൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ WTO ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ തരത്തിലുള്ള എയിംസ് ഒക്കെയാണ് നമ്മുടെ WTO ഉണ്ടായിരുന്നത്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ഓപ്പർച്യൂണിറ്റി വേണം, മൾട്ടിലാറ്ററൽ ട്രേഡും ബൈലാറ്ററൽ ട്രേഡും എൻകറേജ് ചെയ്യണം, റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു, അത് റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ സർവീസസിലുള്ള ട്രേഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ പ്രൈവറ്റൈസേഷനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനീസിന്റെ മേലെ ഗവൺമെന്റിന് ഉണ്ടായിരുന്ന ഓണർഷിപ്പും മാനേജ്മെന്റും ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഗവൺമെന്റ് കമ്പനീസിന്റെ മേലെയുള്ള ഓണർഷിപ്പും മാനേജ്മെന്റും എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് സെയിൽ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. അതായത് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ മുഴുവനായിട്ടോ പകുതിയായിട്ടോ ഒക്കെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിന് സെയിൽ ചെയ്യുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ LPGയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. LPG എന്നുള്ള ചാപ്റ്റർ നമുക്ക് നല്ല വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള നമ്മുടെ 10 days ചലഞ്ചിൽ എല്ലാ മക്കളും കൃത്യം 7 മണിയാകുമ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം.